ഈ സംഘ് പരിവാർ എങ്ങനെയാണ് പച്ചക്കള്ളം ഈ പുതിയ കാലത്തെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു നെറേറ്റീവിനെ കുറിച്ചൊരു പ്രശ്നത്തെ ഷാഹിന നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് തന്നെ താങ്കളോട് എനിക്ക് ചോദിക്കാം, ഇതിപ്പോൾ അയോധ്യയിൽ അതിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മം ഏറ്റവും അധികം ആഘോഷപൂർവ്വം നടപ്പാക്കുന്ന ഒരു സമയം, അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, ബാബറി പള്ളി തകർത്ത സമയത്ത് അന്ന് ആ കാലത്ത് ആ പ്രശ്നത്തെ, ആ വിഷയത്തെ ദീവഗൗരവമായ വിഷയത്തെ സമീപിച്ച മാധ്യമ രീതി, സ്വാഭാവികമായി ഈ ദിവസം നമ്മളതൊന്ന് താരതമ്യം ചെയ്യേണ്ടതാണോ? തീർച്ചയായിട്ടും താരതമ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ ആ വിഷ്വൽസ് എല്ലാം അന്നത്തെ ഫ്രണ്ട് പേജ് ഡിസംബർ 7-ാം തീയതി, അതായത് ബാബരി തകർത്തതിന് പ്രത്യേകമുള്ള ഫ്രണ്ട് പേജുകളെല്ലാം ഇൻ്റർനെറ്റിൽ ആർക്കൈവ്സിൽ അവൈലബിൾ ആണ്. അത് കാണിച്ചു തന്നെ നമ്മൾ അതിൽ പറയാൻ നമുക്ക് ബുദ്ധിമുട്ട്, പലരും വിശ്വസിക്കില്ല നമ്മൾ പറയുകയാണെങ്കിൽ. കാര്യം പിറ്റേ ദിവസം നടന്ന എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളും, മെയിൻ സ്ട്രീം നമ്മൾ പറയുന്ന മുഖ്യധാര എന്ന് നമ്മളിപ്പോൾ വിശേഷിപ്പിക്കുന്ന എല്ലാ പത്രങ്ങളിലും ഒന്ന് സൈൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ മുൻ പേജിൽ പത്രത്തിൻ്റെ മുഖപ്രസംഗം. വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ഒക്കേഷൻസിൽ മാത്രമേ അങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞാൽ പത്രങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്, പത്രങ്ങളുടെ അവസാനത്തെ ആയുധം എന്ന് പറയുന്ന ഇതായിരിക്കും. അതായത് ഏറ്റവും നിരാശാജനകമായ സമയങ്ങളിൽ, ഏറ്റവും നിർണായകമായ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണത്. അന്ന് എല്ലാ പത്രങ്ങളും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചിട്ടൊന്നുമല്ല, അത്രമാത്രം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് എല്ലാ പത്രങ്ങളിലും. അതെനിക്കിപ്പോഴും ഓർമ്മ കണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജ് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് റിപ്പബ്ലിക് ബെസ്മാച്ച്ഡ് എന്നത്, കളങ്കിതമായ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു. പിന്നെ ഹിന്ദുവിൻ്റെ ആണെന്ന് എനിക്ക് അൺഫോർഗിബിൾ, അത് മാപ്പർഹിക്കാത്തത് എന്ന്. ഇങ്ങനെ എല്ലാവരും വേറൊന്ന് നേഷൻ ബിട്രേഡ്, അതായത് വഞ്ചിക്കപ്പെട്ട ദേശം, ഇങ്ങനെ ഇത് പറഞ്ഞ് വളരെ വ്യക്തമായി. അതായത് ആ തലക്കെട്ട് വായിച്ചാൽ പിന്നെ നമുക്ക് ബാക്കി വായിക്കേണ്ട ആവശ്യം, നമുക്കറിയാം എന്താണ്. അപ്പോൾ ഓരോ പത്രങ്ങളുടെയും അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇതേ പത്രങ്ങൾ, ഈ പറഞ്ഞ പത്രങ്ങളെല്ലാം തന്നെ ഈ അയോധ്യ വിധി വന്നപ്പോൾ, അതായത് സ്ഥലത്തെക്കുറിച്ചുള്ള വിധി വന്നപ്പോൾ ഒരൊറ്റ പത്രം പോലും ഫ്രണ്ട് പേജിൽ ഒരു എഡിറ്റോറിയൽ എഴുതുകയോ അകത്തൊക്കെ എഴുതി കാണാം അവരുടെ അന്നത്തെ ഒരു നിലപാടെടുക്കാതെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള, അതായത് വാർത്ത മാത്രം പറയുക, അല്ലെങ്കിൽ ടെമ്പിൾ ഒരു പത്രം പറഞ്ഞാൽ ടെമ്പിൾ ഇൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ SIT എന്ന് ഉപയോഗിച്ചു. അത് അവർ ഉദ്ദേശിച്ചത് സൈറ്റ് എന്നുള്ള രണ്ട് രീതിയിൽ, SITയും SIGHTയും നമ്മൾ വായിക്കുന്നത്. അതായത് നമ്മുടെ കൺമുന്നിൽ ക്ഷേത്രം തെളിയുന്നു എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ, അങ്ങനെ. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യത്യാസം അത് വെറും 30 വർഷത്തിനുള്ളിൽ സംഭവിച്ചൊരു വ്യത്യാസമാണ്. ആ പത്രങ്ങൾ രണ്ട് നമ്മൾ അന്നത്തെ പത്രവും 2019 വന്ന് ഈ നാളെ വരാൻ പോകുന്നതും ഇന്ന് വന്ന പത്രങ്ങളും എല്ലാം നമ്മൾ ഒരു ഇതിൽ വയ്ക്കുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെ മാറി എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായ അതിനകത്തുള്ള നമുക്ക് കാണാനും കഴിയും. ഇതുതന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള. അപ്പോൾ ഇത് തന്നെ ഒരു വലിയൊരു ഇലസ്ട്രേഷനായിരിക്കും അത്. ഈ ദിവസങ്ങളിലെ പത്രങ്ങൾ സൈഡ് ബൈ സൈഡിൽ വെച്ച് നമ്മളൊരു ഒരു 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 സ്ക്രീൻഷോട്ട് കാണിക്കുക എന്നുള്ളത് തന്നെ മനസ്സിലാകാം. നമ്മൾ ഇന്ത്യ എങ്ങനെ മാറിയോ, നമ്മൾ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഒരു റിഫ്ലക്ഷനാണ്, നമ്മുടെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഷാഹിന പറഞ്ഞു, അതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഇത് ഞാൻ പലപ്പോഴും എനിക്ക് വളരെ കേരളത്തിൽ പോലും എൻ്റെ ചില സുഹൃത്തുക്കളോട്, അത് എന്നെക്കാട്ടിയും വിദ്യാഭ്യാസവും എന്നെക്കാട്ടി ഉയർന്ന ഉദ്യോഗസ്ഥരിരിക്കുന്നവരും യാതൊരു രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടാനില്ലാത്തതും വായിക്കാൻ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വേണമെങ്കിൽ സ്വയം ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുള്ളവരും അവർ അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവർ നമ്മൾ എന്ത് പറയും? ഇങ്ങനെയുള്ള പോത്തുകൾക്ക് എന്ത് വേദമാണ് നമ്മൾ ഓതുന്നത്? അവർ പറയുന്നത് അങ്ങനെയല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ ക്ഷേത്രമുണ്ട്. അവർക്കറിയാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അവർക്കത് വിശ്വസിച്ചാലേ മതിയാകൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആർഗ്യുമെൻറ്റ് സേക്കിന് വേണ്ടി, ഇപ്പം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നിരിക്കുന്നത്, 400 വർഷം മുമ്പ് ക്ഷേത്രം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പള്ളി പൊളിക്കുമോ? ക്ഷേത്രത്തിൽ അതാണ് ഒരു ജനാധിപത്യത്തിൽ സംഭവിക്കേണ്ടത്. ഒരു 1947 മുമ്പ് അല്ല സംഭവിച്ചത്, അതിന് മുമ്പ് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകും. അന്നൊരു ജനാധിപത്യം അല്ലായിരുന്നു ഇന്ത്യ, അന്നൊരു മതേതര റിപ്പബ്ലിക് ആയിരുന്നില്ല ഇന്ത്യ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, അന്നത്തെ കാര്യങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഒരു ജനാധിപത്യമായ രീതിയിൽ നമ്മളൊരു പള്ളി പൊളിക്കുന്നത് ന്യായമാണ്. അങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇരിക്കട്ടെ. എങ്കിൽ തന്നെ അങ്ങനെ പള്ളി പൊളിക്കാൻ സമ്മതിക്കാം? ഒരു റിപ്പബ്ലിക്കിന്, ഒരു സെക്യുലർ റിപ്പബ്ലിക്കിന് അനുവദിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലത്. അപ്പോൾ ഈ ഒരു മൂല്യച്യുതി എവിടെയാണ് വന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള നൂലാമലകളിൽ പോകേണ്ടി വരുന്നത്? അപ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കട്ടല്ല, ശരിയായ ധാരണയോടെ തന്നെയാണ് എന്തൊക്കെ. അപ്പം ആ ഒരു മൂല്യച്യുതി രാഷ്ട്രീയ പാർട്ടികൾ സംഭവിച്ചു, നമുക്കും സംഭവിച്ചിട്ടുണ്ട്. അത് ക്ഷേത്രം അവിടെ ആണെങ്കിൽ നമ്മൾ അതിന് എന്ന് പറയില്ല, അങ്ങനെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പൊളിക്കുമോ പള്ളി? അങ്ങനെ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മളൊരു ജനാധിപത്യം എന്ന് പറയുന്നത്? നമ്മൾ എന്തിനാണ് ഒരു സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുന്നത്? നമ്മൾ തിയോക്രാറ്റിക് സൊസൈറ്റി സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മൾ ഈ സുപ്രീം കോടതി വായിച്ചാലും അവർ അങ്ങനെയല്ല, അവർ വായിച്ച ഒരു ജഡ്ജ്മെൻറ്റ് അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയും പിന്നീട്?